നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 61 പറഞ്ഞു അല്ലേ? സർവനാമങ്ങളെ സെന്റൻസ് തന്നിട്ട് സർവനാമം എങ്ങനെ എടുത്തെഴുതണം, അതുപോലെ ഓരോ സർവനാമം ഉപയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ളത് പേജ് നമ്പർ 62. पेज नंबर 62 वाक्यों को शुद्ध करके लिखिए. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിനെ തെറ്റ് തിരുത്തി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് പേര് കൂടി വരുന്നുണ്ട്, അവർ വരട്ടെ അല്ലേ മക്കളെ? പേജ് നമ്പർ 62 എടുത്തേ എല്ലാവരും. ഞാൻ ഇവിടെ എക്സാം വന്നു. അല്ലല്ല, പേജ് നമ്പർ 60. എന്നെ കാണുന്നത് നിങ്ങൾക്ക് എക്സാമിന്റെ ഓർമ്മയിലൂടാ? ഹിന്ദി പഠിക്കണ്ടേ? വൈകുന്നേരത്തൊക്കെ എക്സാം. മുംബൈക്ക് സൈറാണോ അല്ലേ? ഏത് പാടിന്റെ എസ് ഇന്ന് എക്സാം? മുംബൈക്ക് സൈറ. ഓക്കെ, മുംബൈക്ക് സൈറാണ് ഇന്നത്തെ എക്സാം. കേൾക്കാത്തവരും അറിയാത്തവരും ഒന്ന് പഠിച്ചു വെക്കണേ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും. മിസ് 12ാമത്തെ ലെസണാ. മുംബൈക്ക് സൈർ നമ്മന്ന് ഇട്ടില്ലേ കഴിഞ്ഞ? ഇനി 12ാമത്തെ ലെസൺ അല്ലേ? 12ാമത്തെ ദോഹേന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും ഓരോ ബോക്സിലത്തെ വേർഡ് മീനിങ് ഒന്ന് റെഡി ആക്കിയാൽ മതി. 12ാമത്തെ ലെസൺ ആണേ, മുംബൈക്ക് സൈർ അല്ല മോനെ, അത് നമ്മൾ കഴിഞ്ഞു. ദോഹയുടെ ഇത് വരുന്നതാണ്. ഓക്കെ, മറന്നുപോലെ. ഇനി പഠിക്കാത്തവർക്ക് ഇപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു ചെറിയ ലെസൺ ആണ്, 2-3 ചെറിയ ക്വസ്റ്റ്യൻ ആൻസറും അതിന്റെ പിന്നെ വേർഡ് മീനിങ് പഠിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക, ചില വാക്കുകൾ. അപ്പൊ അത് പഠിച്ചിട്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി കേട്ടോ. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 62 എടുത്തേ. വാക്യോं को शुद्ध करके लिखिए. എന്താ തെറ്റുണ്ട് നമുക്ക് നോക്കാം, എന്താണ് തെറ്റുന്നത്? ഫസ്റ്റ്, अपन की बहन का नाम कुमुद है. अपन की बहन का नाम कुमुद है. ഇത് അങ്ങനെ പറഞ്ഞാല് അപ്പൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്, അവരുടെ സഹോദരിയുടെ പേര് കുമുദ് എന്നാണ്. അപ്പൊ ഇവിടെ ബഹൻ എന്ന് ചേർത്ത് അപ്പൻ ഒരു കീ കണ്ടോ നിങ്ങള്? കീന്ന് കണ്ടോ? ബഹന്റെ തൊട്ട് മുന്നിലും അപ്പൻ തൊട്ട് പിറകിലായിട്ട് ഒരു കീ ഇതുണ്ടല്ലോ, വിഭക്തി പ്രത്യയം. അതെന്താണ്? അതായത് ബഹൻ എന്നുള്ള സ്ത്രീലിംഗ ശബ്ദം വന്നത് കൊണ്ടാണ് അതിന് തൊട്ട് മുന്നേ കീ എന്നുള്ള വിഭക്തി പ്രത്യയം വന്നത്. കാ, കേ, കീ, ഈ മൂന്ന് മീനിങ് ഇന്റെ, ഉടെ, ഉള്ള, ലേ എന്നുള്ള അർത്ഥമാണ്, 4 എണ്ണം. അപ്പൊ സ്ത്രീലിംഗ ശബ്ദത്തിന് മുന്നേ ചേർക്കാനാണ് നമ്മൾ കീ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ബഹൻ വന്നതുകൊണ്ടാണ് കീ ചേർന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് സെന്റൻസില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല, അത് തന്നെ എടുത്ത് താഴേക്ക് എഴുതുക. അപ്പൻ കീ ബഹൻ കാ നാം കുമുദ് ഹേ. നിങ്ങൾ തെറ്റുണ്ടെന്ന് വെച്ച് വേണമെങ്കിൽ കീ വേണമെങ്കിൽ കായാക്കും, പക്ഷെ അങ്ങനെ ആക്കരുത്, ചിലപ്പോ തെറ്റുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, കീയോ അല്ലെങ്കിൽ കാ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുല്ലിംഗമാണോ, അങ്ങനെ കാ ആണ് ചേർക്കേണ്ടത്. സ്ത്രീലിംഗമാണെങ്കിൽ കീ ആണ് ചേർക്കേണ്ടത്. അപ്പൻ കി ബഹൻ കാ നാം കുമുദ് ഹേ, അത് അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്, അത് തെറ്റൊന്നുമില്ല. നിങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ചിട്ട് അവിടെ കാ നാം എന്നെടുക്കുക കീന്നും, അതുപോലെ കീ നാമിലെടുക്കുക കായും ആക്കാൻ പാടില്ല. സെന്റൻസ് കൃത്യമായി ശ്രദ്ധിക്കണം. अपन की बहन का नाम कुमुद है. അപ്പന്റെ സഹോദരിയുടെ പേര് കുമുദ് എന്നാണ്. ഓക്കെ, ഷാനിഫ് റെഡി അല്ലേ മോനെ? കേട്ടില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദർവാസെ पर क्या घड़ा है. ഇതിനാണ് ഞാൻ നിങ്ങളോട് വിഭക്തി പ്രത്യയം പഠിക്കുന്നത്. പേജ് നമ്പർ 62. പേജ് നമ്പർ
62 ആണ് പറഞ്ഞ അതിൽ രണ്ടാമത്തത്. ദർവാസെ പർ ക്യാ ഗഡാ ഹെ. ഇതിൽ ഈ പർ അതുപോലെ കാ കേ കി ഇതിന്റെ ഒക്കെ വിഭക്തി പ്രത്യയങ്ങള് മീനിങ് പഠിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് ഞാൻ എഴുതുന്നില്ല അതിന്റെ മീനിങ്. കാ കേ കി ഇന്റെ ഇവിടെ ഉള്ളാലേ ഇല്ല എഴുതിട്ടില്ല. അപ്പൊ ഇവിടെ നോക്ക് ദർവാസെ പർ എന്ന് പറഞ്ഞാല് മേൽ മുകളിൽ എന്നുള്ള രണ്ടർത്ഥമുണ്ട്. ദർവാസെ ഇവിടെ ഇപ്പൊ പർ എന്ന് പറഞ്ഞാൽ ദർവാസെ പർ എന്ന് പറഞ്ഞാൽ വാതിലിന് മുകളിൽ. ക്യാ ഗഡാ ഹെ ആരാ നിൽക്കുന്നത്? വാതിലിന് മുകളിൽ ആരെങ്കിലും നിൽക്കുക? നിൽക്കുക? നോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലത് നിങ്ങൾ അതിന്റെ മീനിങ് പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുമല്ലോ. ദർവാസെ മേം വാതിലിനുള്ളിൽ. മേം എന്ന് പറഞ്ഞാല് ഉള്ളിൽ. മേം എന്ന് പറയുമ്പോ മാന്നതിന് മേലെ ഒരു വര മാത്രം ഇടുന്ന മേമാണ് കേട്ടോ. രണ്ട് വര ഇട്ട് കഴിഞ്ഞാല് മേം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഒരു വര മാത്രം എന്നിട്ട് അതിന് ഡോട്ട് ഇടുക. ദർവാസെ മേം ക്യാ ഖടാ ഹെ. ദർവാസെ മേം ക്യാ ഖടാ ഹെ എന്നായി വരും. പറഞ്ഞുള്ളത് മാറ്റണം കേട്ടോ. പറഞ്ഞുള്ളത് റൗണ്ട് ഇട്ട് വെച്ചോ. ദർവാസെ മേം ക്യാ ഖടാ ഹെ. ക്ലിയർ ആയോ? പറഞ്ഞുള്ളതിന്റെ അർത്ഥം എന്താണ്? മേൽ മുകളിൽ. ഇപ്പൊ മേസ് പർ ക്യാ ഹെ മേശയുടെ മുകളിൽ എന്താണ് നമുക്ക് ചോദിക്കാം. കുർസി പർ ക്യാ ഹെ കസേരയുടെ മുകളിൽ എന്താണ് ചോദിക്കാം. ദർവാസെ മേം എന്നാണ് വേണ്ടത്. ദർവാസെ മേം ക്യാ ഖടാ ഹെ. പർ വേണ്ട. എഴുതിയോ? തേർഡ് തും മുझे ഗാനാ ദി. ദീന്ന് ഒരിക്കലും വരില്ല. തും വരുമ്പോ അവസാനം ദോന്നേ വരും. തും മുझे ഗാനാ ദോ. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുവിൻ. നിങ്ങൾ എന്ന് പറയുമ്പോ തരുവിൻ എന്നാ പറയുക. നിങ്ങൾ പഠിക്കുവിൻ, നിങ്ങൾ പാട്ടുപാടുവിൻ, നിങ്ങൾ നടക്കുവിൻ. വിൻ ചേർത്തിട്ടാ പറയാ. താങ്കളാണെങ്കിൽ നടന്നാലും പഠിച്ചാലും ആലും ചേർത്ത് പറയും. കേട്ടല്ലോ? അപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോ എന്ത് പറയും? വിൻ ചേർത്തിട്ടല്ലേ. തും മുझे ഖാനാ ദോ. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുവിൻ. അപ്പൊ ദോ എന്നാണ് അവസാനം വരിക. ദോ ദോ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥമുണ്ട്. അതേ ദോന് തന്നെ തരുവിൻ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. തും മുझे ഖാനാ ദോ. നെക്സ്റ്റ് വഹ്നെ അപ്ന ഗൃഹ കാര്യ കർ ലിയാ ഹെ. വഹ്നെ ഒരിക്കലും വഹ്നെ വരില്ല. വഹിനോട് കൂടി നേ പ്രത്യയം ചേരുമ്പോഴാണ് ഉസ്നയായി വരുന്നത്. അപ്പൊ വഹ്നെ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഉസ്നെ. അതാണ് മക്കളെ നിങ്ങൾക്ക് ചാർട്ട് വരച്ചിട്ട് എഴുതരാന്ന് പറയാം. അത് മിസ്സിനെ വിട്ടുപോയി. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അയച്ചു തന്നേനെ. അഥവാ എനിക്ക് ഇന്നും വിട്ടുപോയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. വിഭക്തി പ്രത്യേകത്തിന്റെ ചാർട്ട് വരച്ചു തരാൻ വേണ്ടിട്ട്. കേട്ടല്ലോ? അതിന്റെ ജസ്റ്റസിന്റെ കൈക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നേ. അന്ന് വീണതിന്റെ ഇവിടുന്ന് നോക്കുമ്പോ നിന്റെ കൈക്ക് എന്തോ ഒന്ന് പറ്റിയതുപോലെ തോന്നുന്നു. എന്തോ ഒരു ഒന്നുമില്ല അല്ലെ? ഓക്കെ. ഓ ജനലിന്റെ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതാണ്. ഓക്കെ. ഞാൻ വിചാരിച്ചു കൈക്ക് എന്തോ ബാൻഡേജ് അങ്ങനെ ഒട്ടിച്ച പോലെ തോന്നുന്നു എനിക്ക് ഇവിടെ നോക്കുമ്പോ. അപ്പൊ നോക്കുക, വഹ് നേ അപ്ന ഗൃഹ കാര്യ കർ ലിയാ ഹെ എന്നുള്ളതില് ഓർമ്മിക്കണം, ഒരിക്കലും വഹ് നേ എന്ന് പറയില്ല ഹിന്ദിയിൽ. വഹിനോട് കൂടി നേ പ്രത്യയം ചേരുമ്പോൾ വരുന്ന മാറ്റമാണ് ഉസ്നെ. അപ്പൊ ഉസ്നെ എന്നുള്ളത് നിങ്ങളോട് ഞാൻ ചോദിക്കാം. ഉസ്നെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ശബ്ദങ്ങൾ ചേർന്നെയാണ്? ഓർമ്മിച്ചോ? ഉസ്നെ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ശബ്ദങ്ങൾ ചേർന്നാണ്? വഹ് പ്ലസ് നേ. വഹ് നേയും ചേർന്നാണ് ഉസ്നെ കേട്ടോ. അത് തിരിച്ച് രണ്ട് ഭാഗത്ത് നിന്നും പഠിക്കണം. വഹിനോട് കൂടി നേ പ്രത്യയം ചേർന്നാണ് ഉസ്നെ. ഉസ്നെ എന്ന് പറഞ്ഞാൽ വഹ് പ്ലസ് നേയാണ്. കേട്ടല്ലോ? സംശയം വരുമോ നീ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ്
घर पर क्या आया था? घर पर പറഞ്ഞൊരിക്കലും വരില്ല. കാരണം പറന്ന് പറഞ്ഞ എന്താ അർത്ഥം? മേൽ, മുകളിൽ. ഘർ എന്ന് പറഞ്ഞാൽ വീട്. വീട്ടിന് മേല് ആരാ വന്നെന്ന് ചോദിക്കുക? ആരാ വന്നിരുന്നെന്ന് ചോദിക്കുക? വീട്ടിന് മുകളിൽ ആരാ വന്നിരിക്കുന്ന ചോദിക്കുക? വീട്ടിന്റെ മേലേക്കാണോ ആരെങ്കിലും വരില്ലേ? അല്ല. നമ്മൾ എന്താ ചോദിക്കുക? വീട്ടിൽ ആരാണ് വന്നിരുന്നത് അല്ലെ? ഇൽന്ന പറയാ. അപ്പൊ മേമാണ് ചേർക്കേണ്ടത്. മേം. ആ മേം എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, 2 വര മുകളിൽ ഇടാൻ പാടില്ല. ഒറ്റൊരു വരയും ഒരു ഡോട്ടും. വിഭക്തി പ്രത്യയം മേമാണ് ഞാൻ പറഞ്ഞത്. 2 വര ഇടുന്ന ഡോട്ട് ഇടുന്ന മേം എന്താണ്? ഞാൻ എന്നുള്ള അർത്ഥാണ്. ഘർ മേം ക്യാ ആയാ ഥാ? ഇനി അത് ഞാൻ പറഞ്ഞതുപോലെ ആ ചാർട്ട് ഒന്ന് അതിന്റെ ആ കാക്കയ്ക്ക് അതിന്റെ വിഭക്തി പ്രത്യയത്തിന്റെ മീനിങ്ങും അതുപോലെ ആ ചാർട്ടും ആ പ്ലസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെല്ലാം കൂടി ഞാൻ വരച്ച് അത് റെഡിയാക്കി തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ അത് ഞാൻ വരച്ചത് നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ശരിക്കും ഒന്ന് വായിച്ചു നോക്കണേ. മിസ്സേ രണ്ടാമത്തെ പറഞ്ഞുതരുമോ? ഗായും തായും ഒന്നും എനിക്ക് പറഞ്ഞു. മൂന്നാമത്തെ നാലാമത്തെ ആണോ? അല്ല 4 5. അതെ. 3 4 ആ? തും മുझे ഖാന ദോ. ദീനല്ല വേണ്ടത്, ദോ. തും വരുമ്പോ എപ്പോ അവസാനം ഓ ആയിട്ടാ വരുക. ദോ, പഠോ, സുനോ, ഓ എന്നാ വരുക. അത് നിങ്ങൾക്ക് പറഞ്ഞ് ശരിക്കും ക്ലിയർ ആക്കി തരണമെങ്കിൽ ബോർഡ് ഇതൊക്കെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് വൃത്തി പറഞ്ഞുതരാൻ പറ്റും. ഇതിപ്പോ ഇങ്ങനെ ഓൺലൈനിൽ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ അത് മനസ്സിലാക്കി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടെൻഷനില്ല ഞാൻ. നാലാമത്തെ വഹിനെ ഒരിക്കലും വരില്ല. വഹിനോട് കൂടി നേ പ്രത്യയം ചേർന്നാണ് ഉസ്നെ ആയിട്ട് വരുന്നത്. ഉസ്നെ. ഉസ്നെ അപ്ന ഗൃഹ കാര്യ കർ ലിയാ ഹെ. ഏത് ശ്രീ വിഷ്ണു? മിസ്സേ രണ്ടാമത്തെ പറഞ്ഞുതരുമോ? രണ്ടാമത്തെ ദർവാസെ പറന്നല്ല. പറന്ന പകരം മേമാണ് ചേർക്കേണ്ടത്. നമ്മളിപ്പോ ലാസ്റ്റ് ചേർത്തെ മേം. ദർവാസെ മേ ക്യാ ഗഡാ ഹെ? ഹരി എഴുതി മോനെ. മിസ്സേ രണ്ടാമത്തെ മലയാളത്തിന്റെ അർത്ഥം പറഞ്ഞുതരുമോ? ദർവാസെ ക്വസ്റ്റ്യനില് വാതിലിന് മുകളിൽ ആരാ നിൽക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനില്. നമുക്ക് ആൻസർ എന്താ വേണ്ടത്? വാതിലിനുള്ളിൽ ആരാണ്? മേം. അശ്വിൻ എന്താ ലേറ്റ് ആയത്? ഫോൺ വിളിക്കായിരുന്നു മിസ്സേ. ഓ, നിന്നോട് ഞാൻ പറഞ്ഞു ക്ലാസ് ടൈമിലെ ഫോൺ വിളി ഒഴിവാക്ക്. അത്രക്ക് അർജന്റ് ആരാണ്? അച്ഛൻ വിളിക്കുന്നതാണോ? അതെയോ? ക്ലാസ് ടൈമിൽ ഓക്കെ, ക്ലാസ് ടൈമിൽ നിന്ന് ഒഴിവാക്ക് കേട്ടോ ഫോൺ വിളി. ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ റെഡിയാക്കി വെക്ക്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ. പേജ് നമ്പർ 62 ആണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കേ, ഹംനെ പഠ. വിശേഷൻ. ഇനി അടുത്ത് നമുക്ക് വിശേഷണ ശബ്ദമാണ് പഠിക്കേണ്ടത്. adjectives. वे शब्द जो संज्ञा और सर्वनाम की विशेषता बताते हैं उन्हें विशेषण कहते हैं. ഇത് നോട്ടിലേക്ക് എടുത്തതാണ്. वे शब्द जो संज्ञा और सर्वनाम की विशेषता दोष व गुण बताते हैं उन्हें विशेषण कहते हैं. കണ്ടോ നിങ്ങള്? അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെന്റൻസ് നോട്ടിലേക്ക് എഴുതണം. എന്താണ് വിശേഷണം? എന്താണ് വിശേഷണം? മലയാളത്തിൽ പറഞ്ഞുതരാം. അറിയോ നിങ്ങൾക്ക്? മിസ്സിന് പറഞ്ഞുതരാൻ പറ്റുമോ വിശേഷണം എന്താന്ന്? മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടോ ഗ്രാമർ ഭാഗം? വിശേഷൻ എന്താണ്? വിശേഷണം നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് വിശേഷണം. നാമത്തെയോ, നാമവും സർവനാമവും നമ്മൾ പഠിച്ചില്ലേ?
സംജ്ഞ സർവനാമം പഠിച്ചില്ലേ? നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിയുടെയും വസ്തുക്കളുടെയും സ്ഥലത്തിന്റെയും ഭാവത്തിന്റെയും പേരാണ് നാമം. സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. അത് മേം, തോ, തോം, ഞാൻ, ഞങ്ങൾ, നിങ്ങൾ എന്നെല്ലാം പറഞ്ഞ ശബ്ദം. അപ്പൊ ഈ നാമവും ഈ സർവനാമവും ഇതിനൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഉദാഹരണം പറയുമ്പോ മനസ്സിലാവും. നല്ല കുട്ടി, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയാം അച്ചാലെടുക്ക. അച്ചാലെടുക്ക എന്ന് പറഞ്ഞാൽ നല്ല ആൺകുട്ടി എന്നർത്ഥം. പറയുന്ന മനസ്സിലാക്കി എടുക്കണേ. നല്ല ആൺകുട്ടി, അച്ചാലെടുക്ക. അതിൽ ലടുക്ക എന്നുള്ളത് ഒരു നാമമല്ലേ? അല്ലേ? ഒരു സംജ്ഞയാണല്ലോ. അതിനെ വിശേഷിപ്പിച്ചതാണ് ഏത് ശബ്ദം കൊണ്ട്? അച്ഛ. അച്ഛ എന്ന് പറഞ്ഞാൽ നല്ല, ഗുഡ്. അപ്പൊ ഇതിൽ വിശേഷ ശബ്ദം ഏതാണ്? അതിൽ വിശേഷിപ്പിച്ച ശബ്ദമാണ് വിശേഷണം. ഏതാണ് കുട്ടിയെ വിശേഷിപ്പിച്ച ശബ്ദം? അച്ഛ. അച്ഛ. അപ്പൊ ഇതിൽ വിശേഷണ ശബ്ദം ഏതാണ് ചോദിച്ചാൽ ഏതാകണ്ട്? അച്ഛ. അതുപോലെ ഠണ്ടാപാനി. ഠണ്ടാപാനി. ഠണ്ടാപാനി പറഞ്ഞ തണുത്ത വെള്ളം. അപ്പൊ വെള്ളത്തിനെ വിശേഷിപ്പിച്ചതാണ് ഏത്? ഠണ്ട. അപ്പൊ വിശേഷണ ശബ്ദം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ഠണ്ട എന്നാണ്. ഠണ്ടാപാനി എന്നുള്ളത്. അതുപോലെ സുന്ദർ ഫൂൽ. സുന്ദർ ഫൂൽ. സുന്ദർ ഫൂൽ എന്ന് പറഞ്ഞാല് മനോഹരമായ പൂവ്, പുഷ്പം. അപ്പൊ സുന്ദർ എന്നുള്ളത് എന്താണ്? വിശേഷണ ശബ്ദമാണ്. അതുപോലെ കളേഴ്സ് എല്ലാം വിശേഷണ ശബ്ദമായിട്ട് വരും, ഉപയോഗിക്കും. നീലേ ആകാശ്, നീലാകാശം. കറുത്ത പൂച്ച, കാലി ബില്ലി. നിറങ്ങളെല്ലാം എന്താണ്? വിശേഷണ ശബ്ദത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ എന്താണ് ഒരു സെന്റൻസ് വന്നിട്ട് വിശേഷണം എടുത്തെഴുതാൻ വേണ്ടി പറയുമ്പോ ശ്രദ്ധിക്കണം. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യല്ലേ? വീഡിയോ ഓൺ ചെയ്തിരുന്നേ? എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത്. ഒരാളും വീഡിയോ ഓഫ് ചെയ്യണ്ട. ക്ലാസ് കഴിഞ്ഞ് എപ്പോഴാണോ അപ്പൊ ഞാൻ പറയും. അപ്പൊ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തോ. നിങ്ങൾ കാണാൻ ഗ്ലാമർ കുറവൊന്നുമില്ല. എല്ലാവരും നല്ല സ്റ്റൈലും പിള്ളേർ തന്നെ. പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്യേണ്ട ആവശ്യം? നിങ്ങളുടെ മുഖം ആർക്കും കണ്ടുകൂടാന്നൊന്നുമില്ലല്ലോ. എല്ലാവർക്കും കാണാൻ പറ്റുന്ന മുഖങ്ങൾ തന്നെയാണ്. ആരും വീഡിയോ ഓഫ് ചെയ്യണ്ട. അപ്പൊ ഇവിടെ നോക്കുക. വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞാല് നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് വിശേഷണ ശബ്ദം. നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കണം. അപ്പൊ ഇവിടെ നോക്ക്. ഇപ്പൊ വിശേഷണം എന്താന്ന് നമ്മൾ ആദ്യം ഹിന്ദിയിൽ എഴുതുന്നു നോട്ടിലേക്ക്. എന്താണ്? वे शब्द जो संज्ञा और सर्वनाम की विशेषता बताते हैं उन्हें विशेषण कहते हैं. ओके. അതിന് താഴെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്? कोष्ठक में दिए गए विशेषण शब्दों को उचित स्थान पर लिखिए. कोष्ठक में दिए गए विशेषण शब्दों को उचित स्थान पर लिखिए. Fill in the blanks with the appropriate adjectives. ബ്രാക്കറ്റിലെ നിങ്ങൾക്ക് വിശേഷണ ശബ്ദം തന്നിട്ടുണ്ട്. താഴെ ഓരോ സെന്റൻസിനും ഏത് വിശേഷണമാണോ ചേർക്കാൻ വേണ്ടി യോജിച്ചത് അവ എടുത്ത് ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കണം. ജസ്റ്റസ് എന്തായിരുന്നു മോനെ? അല്ല മിസ് എഴുതാൻ പറഞ്ഞത്. അതോ. ഓക്കെ. ഇനി നോക്ക്, ഞാൻ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കണേ. ഫസ്റ്റ് വേർഡ് രമാ ഏക് ഡേഷ് ലഡ്കി ഹേ. രമാ ഏക് ഡേഷ് ലഡ്കി ഹേ. ബ്രാക്കറ്റിൽ സുന്ദർ എന്നുണ്ട്. ഊഞ്ച, മീഠ, നീല, ഗോൾ, അച്ഛ. രമ ഒരു ഡേഷ് പെൺകുട്ടിയാണ്. സുന്ദർ. 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 അവിടെ ചേർക്കേണ്ട വേർഡ് എന്താണ്? സുന്ദർ. രമ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. സുന്ദർ ലഡ്കി ഹേ. അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ട്? എഴുതുന്നുണ്ടോ? നോട്ട് കംപ്ലീറ്റ് ആയോ മക്കളെ? നിങ്ങളെ കുറെ പേര് എനിക്ക് നോട്ട് കുറെ നാളുകളായി ഒന്നും അയച്ചിരുന്നേ ഇല്ല. എനിക്ക് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ ഉടനെ
നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലാസ്റ്റ് നോട്ടിന്റെ ലാസ്റ്റ് പേജ് ഏതാണോ അതൊന്ന് മിസ്സിന് സെൻഡ് ചെയ്യണം ഗ്രൂപ്പില്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ നോട്ടിൽ ലാസ്റ്റ് പേജ് എന്താണോ എഴുതിയത് ആ ലാസ്റ്റ് പേജും, ഏതാണ് നിങ്ങൾ ലാസ്റ്റ് പേജ് എഴുതിയിരിക്കുന്നത് ആ ലാസ്റ്റ് പേജും എനിക്ക് അയച്ചു തരണം. കേൾക്കുന്നുണ്ടോ ജോയിലെ? ആ, എല്ലാവരും അയച്ചു തരണം. ഓരോരോ മുഹമ്മദ് ഷാനിഫ് കേട്ടല്ലോ. ഓരോരാളോടും പിന്നെ പറയണ്ട, ഞാൻ വീണ്ടും വിളിക്കാനോ ഒന്നും ഇടവരുത്തരുത്. വസുദേവ് എല്ലാവരും എന്ത് ചെയ്യണം? ലാസ്റ്റ് പേജ് നിങ്ങളുടെ നോട്ടിൽ ഏത് ലെസൺ ആണ് എഴുതിയത് എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എഴുതിയ പേജ് ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് അയച്ചു തരണം. കേട്ടല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രൂപ്പിൽ അയച്ചു തരണം. ഗ്രൂപ്പിൽ അയച്ചാലല്ലേ നിങ്ങൾക്ക് പരസ്പരം ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗ്രൂപ്പിൽ തന്നെ അയക്കണം, പേഴ്സണലായിട്ട് വേണ്ട. എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ പേഴ്സണൽ, ബാക്കി നോട്ട് ഇമ്പോസിഷൻ എല്ലാം ഗ്രൂപ്പിൽ തന്നെ അയക്കണം. എന്നാലേ മനസ്സിലാവും നിങ്ങൾ ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ആരോമില് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീ വിഷ്ണുവിന് പിന്നെ നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട്. നോക്ക് നെക്സ്റ്റ്. हिमालय सबसे डैश पर्वत है. हिमालय सबसे डैश पर्वत है. സുന്ദർ, ഊഞ്ച, മീഠ. അതിന് ബ്രാക്കറ്റിലെ ഓരോന്നിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. സുന്ദർ എന്ന് പറഞ്ഞാല് സുന്ദരം, ഊഞ്ച എന്ന് പറഞ്ഞാല് ഉയർന്ന, മീഠ എന്ന് പറഞ്ഞാല് മധുരമുള്ള, നീല പറഞ്ഞ നീല, ഗോൾ എന്ന് പറഞ്ഞാല് റൗണ്ട് ഗോളം വൃത്തം, അച്ഛ എന്ന് പറഞ്ഞാൽ നല്ല. അപ്പൊ ഇവിടെ ഏതാ ചേരുക? ഊഞ്ച. ഊഞ്ച. ഹിമാലയ സബ്സെ ഊഞ്ച പർവ്വത് ഹേ. ഹിമാലയം എല്ലാറ്റിൽ നിന്നും ഉയരമുള്ള പർവ്വതമാണ്. ഊഞ്ച. തേർഡ്. आसमान डैश है. आसमान डैश है. सुंदर, ऊंचा, मीठा, नीला, गोल, अच्छा. അല്ലെ ഏത് ചേരും? നീല. നീല. വെരി ഗുഡ്. നീല. അപ്പൊ നിങ്ങൾക്ക് അറിയാലേ ഓരോ ആൻസറും. എല്ലാവരും തുറന്നു പറഞ്ഞേട്ടാ. ആസ്മാൻ നീല ഹേ. ആസ്മാൻ നീലാകാശമാണ്, ആകാശം നീലയാണ്. ഫോർത്ത് എല്ലാരും പറയണേ. രാം കിത്തന ഡേഷ് ലഡ്കാ ഹേ. രാം എത്ര ഡേഷ് കുട്ടിയാണ്? പറഞ്ഞോളൂ. അച്ഛ. അച്ഛ. അതിനല്ലേ ആതിര പറഞ്ഞത്? അച്ഛല്ലേ? അച്ഛാൻ. അച്ഛ. രാം കിത്തന അച്ഛ ലഡ്കാ ഹേ. രാമൻ എത്ര നല്ലവനായ കുട്ടിയാണ്. രാം കിത്തന അച്ഛ ലഡ്കാ ഹേ. നെക്സ്റ്റ്. ആം കിത്തന ഡേഷ് ഹേ. മാങ്ങ. മീഠ. വെരി ഗുഡ്. ആം കിത്തന മീഠ ഹേ. മീഠ. ജീവ എന്നും ഇടയ്ക്കൊന്നും പറയട്ടോ. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കല്ലേ. ജീവ ജോർജ്, ആരോടൊന്നും മിണ്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? വായി തുറക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ നിന്നോട്? ഏത് ക്ലാസ്സിലൊന്നും വായി തുറന്ന് കാണാൻ വേണ്ടി ഭയങ്കര കഷ്ടമാണല്ലോ. ക്ലാസ്സിൽ ഇങ്ങനെയാണോ മുമ്പേ? ആരോട് സംസാരിക്കില്ല? അതെയോ? അത് നിങ്ങളെ കുറവല്ലേ? നിങ്ങളല്ലേ അവനെ സംസാരിപ്പിക്കേണ്ടത്. ടീച്ചർ പോയി കഴിഞ്ഞാൽ സംസാരിക്കുമല്ലോ അല്ലേ? നമുക്ക് നോക്കാം ഇനി അവനൊന്ന് സംസാരിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ. മിസ്സേ, പണ്ട് അവൻ എന്റെ കൂടെ പഠിച്ചോണ്ടിരുന്നപ്പോ ഒരു മൂലൊക്കെ അവൻ പോയിരുന്നേ. അതെയോ? അവന് അതന്നെ തോന്നുന്നു ഇപ്പോഴും ഒരു ശീലം എടുക്കുന്നത്. അവനെ ഇനി മാറ്റിയെടുക്കണം നമ്മളെല്ലാരും വിചാരിച്ചിട്ട്. ഇനി അടുത്തതിന്റെ ആൻസർ ജീവ പറയണേ.
ബാക്കി ആരും പറയല്ലേ, ജീവ ഉറക്കെ പറഞ്ഞു തരണം. ഗേന്ദ് കൈസി ഡാഷ് ഹേ, ലാസ്റ്റ് ആണ്, അപ്പൊ അതിൽ ഏതോ ഒന്ന് വിട്ടുപോയതല്ലേ. ജീവ പറഞ്ഞോ, ചാൻസ് ജീവക്കാണ്. ജീവന് ശേഷം ജീവൻ വരട്ടെ. ഗേന്ദ് കൈസി ഡാഷ് ഹേ, സുന്ദർനാണോ, ഊഞ്ചാന്നാണോ, മീഠാന്നാണോ, നീലാന്നാണോ, ഗോളാണോ, അച്ചാണോ? പറഞ്ഞോ, എല്ലാരും കേൾക്കണേ. ജീവ അതിലിനി ഒന്നേ ചേർക്കാത്തുള്ളൂ, ബാക്കിയെല്ലാം ചേർത്തില്ലേ? യെസ്, വെരി ഗുഡ്. കണ്ടോ, അവനും സംസാരിക്കാൻ അറിയാട്ടോ. ഗോൾ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഗോൾ. ഗേന്ദ് കൈസി ഗോൾ ഹേ. അപ്പൊ ആ 6 എഴുതിയല്ലോ എല്ലാവരും. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. രമ ഏക് സുന്ദർ ലടുക്കി ഹേ, സുന്ദർ എന്നുള്ളതാണ് വിശേഷണ ശബ്ദം. ഹിമാലയ സബ്സെ ഊഞ്ച പർവ്വത് ഹേ, ആസ്മാൻ നീല ഹേ, രാം കിത്തന അച്ഛാ ലടുക്കാ ഹേ, ആം കിത്തന മീഠാ ഹേ, ഗേന്ദ് കൈസി ഗോൾ ഹേ. നെക്സ്റ്റ് പേജ് എടുത്തേ, പേജ് നമ്പർ 63. പേജ് നമ്പർ 63 എടുത്തേ. എടുത്തോ എല്ലാവരും? അപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ മറന്നുപോലെ നെറ്റ് ഇല്ല, അപ്പൊ ഫോൺ ഓഫ് ആയി പോയി, ചാർജ് ഇല്ല എന്നുള്ള ഒരു കളവ് എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ നോട്ടിന്റെ ലാസ്റ്റ് പേജ് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. മറന്നുപോലെ ഗ്രൂപ്പിൽ തന്നെ അയക്കണേ. നെക്സ്റ്റ് पेज नंबर 63. निम्नलिखित दिए गए वाक्यों में विशेषण शब्दों को रेखांकित कीजिए. അങ്ങനെ തന്നാൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിമ്നലിഖിത് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ദിയേ ഗയേ വാക്യോ മേ, താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ വിശേഷണ ശബ്ദോങ്കോ, വിശേഷണ ശബ്ദങ്ങൾ കാണുമ്പോൾ രേഖാങ്കിത് കീജിയെ, അടിവരയിടുക, അണ്ടർലൈൻ ചെയ്യുക. കേട്ടല്ലോ? താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ നിന്ന് വിശേഷണ ശബ്ദങ്ങൾ കാണുമ്പോൾ അതിന് താഴെ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. മിസ് പറയാം, അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏക്ക് ഗരീബ് ലടുക്ക രോ രഹാധ, ഗരീബ് എന്നുള്ളതിന് താഴെ വരയിട്ടിട്ടുണ്ട് അല്ലെ? നെക്സ്റ്റ് ഓരോന്ന് മിസ് പറയാം, അത് ഏതാണ് വിശേഷണ ശബ്ദം എന്നൊന്ന് പറഞ്ഞു തന്നെ. കരേല കിത്ന കഡ്വാ ഹെ, കരേല കയ്പൊക്കെ എത്ര കയ്പ് ഉള്ളതാണ്? കയ്പ്. കയ്പ്, അതിന്റെ വേർഡ് എന്താ? കഡ്വ. കടവ. കടവയല്ല, കഡ്വ. കഡ്വ. ആ കഡ്വ എന്നുള്ള ഞാൻ അണ്ടർലൈൻ ചെയ്തേ. കരേല കിത്തന കഡ്വ ഹേ. വസുദേവേ, മുടിയല്ല അവിടെ നിന്നോട്ടെ, നീ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. മാർക്ക് ചെയ്തു. സെക്കൻഡ്, വഹ് ലംബാലെടുക്ക മോഹൻ ഹേ, ആ നീളമുള്ള കുട്ടി മോഹനാണ്. ആരാ? എന്താണ് അവിടെ? പറഞ്ഞോ. നീളം, ലംബ. അതിന്റെ എന്താണ് ഹിന്ദി? ലംബ. വെരി ഗുഡ്. ലംബ. വഹ് ലംബാലെടുക്ക മോഹൻ ഹേ. ലംബ എന്നുള്ളതിനെ അണ്ടർലൈൻ ചെയ്യാ. നെക്സ്റ്റ്, തികോന പാർക്ക് ഉദർ ഹേ. തികോന, തികോന മീൻസ് ത്രികോണം, ത്രികോണാകൃതിയിലുള്ള. തികോന എന്ന് പറഞ്ഞാൽ 3 മൂലയില്ല എന്നുള്ള അർത്ഥമാണ്. എന്താണത്? അതായത് ത്രികോണം. അപ്പൊ ത്രികോണമുള്ള പാർക്ക് അവിടെയാണ്. ഇപ്പൊ എന്താണ് ഇവിടെ വരുക? ത്രികോണം. തികോന എന്നുള്ളതിന്റെ അടിയിൽ വരിക. കൃത്യമായി ചെയ്യണേ. ചെയ്താൽ പോരെ, മിസ്സിന് അയച്ചു തരണം. അതിനുശേഷം ആദ്യം നോട്ടിന്റെ ലാസ്റ്റ് പേജ് അയച്ചു തരുന്നു. പിന്നെ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം?
ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ എന്തൊക്കെ ചെയ്തില്ല ടെക്സ്റ്റിൽ ഇത് എനിക്ക് അയച്ചു തരണം. 4th, ലാൽ പീലെ ഫൂൽ കിത്തനെ സുന്ദർ ഹേ. ലാൽ പീലെ, ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള പൂക്കള് എത്ര മനോഹരമുണ്ട്, എത്ര സുന്ദരമാണ്. സുന്ദർ. 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 സുന്ദർ എന്നുള്ളത് അതിലും സുന്ദർ അല്ല, അതിലും യോജിക്കുന്നത് വേറെ ഉണ്ടല്ലോ ഫൂലിനെ വിശേഷിപ്പിച്ചത്. ലാൽ പീലെ. യെസ്, വെരി ഗുഡ്. ലാൽ പീലെ, കളേഴ്സ് എല്ലാം വിശേഷണ ശബ്ദത്തിലാ വരുക. അപ്പൊ സുന്ദർ വരില്ല എന്ന് ഞാൻ പറയില്ല, സുന്ദർ എന്നുള്ളതും വിശേഷണ ശബ്ദമാണ്. ഇവിടെ ലാൽ പീലെ എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ലാൽ പീലെ. നെക്സ്റ്റ്, തും ഉസ്സേ ചോട്ടെ ഹോ. തും ഉസ്സേ ചോട്ടെ ഹോ, നിങ്ങൾ അവനേക്കാൾ ചെറുതാണ്. ചോട്ടെ. 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 ഓക്കെ. മിസ്സേ ലംബാന്റെ ഓപ്പോസിറ്റ് ആണോ ചോട്ടെ? ലംബ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണോ ചോട്ടെ? ചോട്ട അല്ല, ബഡാന്റെ ഓപ്പോസിറ്റ് അല്ലേ ചോട്ട. അപ്പൊ ലംബാന്റെ ലംബ നാട്ട. ലംബ പറഞ്ഞാൽ ഉയരത്തില്, നീളത്തില്. नेक्स्ट നോക്ക്, नीचे दिए गए विशेषण शब्दों के लिए संज्ञा शब्द लिखिए. താഴെ കൊടുത്തിരിക്കുന്ന വിശേഷണ ശബ്ദം ചേർത്തിട്ട് അതിനോട് കൂടി യോജിക്കുന്ന സംജ്ഞയും കൂടി ചേർത്ത് തരണം. മനസ്സിലായോ? അതിനോട് കൂടി ഏതെങ്കിലും ഒരു സംജ്ഞയും കൂടി ചേർത്തിട്ട് ആ വാക്ക് മീനിങ് ചേരുന്നുണ്ടോ നോക്കണം. Write noun for the adjectives given below. नीचे दिए गए विशेषण शब्दों के लिए താഴെ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾക്ക് യോജിച്ച സംജ്ഞാ ശബ്ദം noun ചേർക്കണം. ഒന്നാമത്തെ വേർഡ് കഠോർ എന്നാണ്. മിസ് പറയാതിന്റെ എല്ലാം മീനിങ്. കഠോർ എന്ന് പറഞ്ഞാല് കഠിനമായ. ഊഞ്ച എന്ന് പറഞ്ഞാല് ഉയരമുള്ള. മധുർ എന്ന് പറഞ്ഞാല് മധുരമായ. കാല പറഞ്ഞാല് കറുപ്പ്. ഫല നല്ലത്, നന്മ. ചതുർ എന്ന് പറഞ്ഞാൽ സാമർഥ്യം. അച്ഛ പറഞ്ഞാൽ നല്ല. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്. കഠോർ. കഠോർ ശബ്ദം നമുക്ക് ചേർത്തോട്ടെ. കഠോർ ശബ്ദ്, കഠിനമായ വാക്കുകൾ. ശബ്ദം. ശബ്ദം എന്ന് പറഞ്ഞ ഒരു ശബ്ദം ഒരു ഇതല്ലേ, ഒരു സംജ്ഞയാണല്ലോ. കഠോർ ശബ്ദ്. അപ്പൊ അവിടെ ശബ്ദം എന്ന് ചേർക്കാം. കഠോർ ശബ്ദ്. കഠോർ ശബ്ദ്. അതുപോലെ ഊഞ്ച എന്നുള്ളടത്ത് നമുക്ക് എന്ത് ചേർക്കാം? പർവ്വത്. ഊഞ്ച പർവ്വത്, ഉയരമുള്ള പർവ്വതം. ശരിയല്ലേ? ഊഞ്ച പർവ്വത്. മധുർ നിലയോട് കൂടി നമുക്ക് എന്ത് ചേർക്കാം? ഗീത്, മധുരമായ പാട്ട്. മധുർ ഗീത്. കാല, കറുപ്പ് എന്ന് വരുന്ന വേറെന്താണ് യോജിക്കുന്നത്? പറഞ്ഞോളൂ. ആന. ആനയാ? കാല. കാല ആകാശ്, അതാണോ? കാല കൗവ. കാല കൗവ. ഓക്കെ, കൗവ. കൗവാന്നോ ആകാശനോ എങ്ങനെ വേണം ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഫല. ഫല പറഞ്ഞോ? ഫല നന്മ. നന്മ നല്ലതെന്നില്ല അർത്ഥം. നന്മ മനസ്സ്. പറഞ്ഞോളൂ. നന്മ മനസ്സ്. പിന്നെ പറഞ്ഞോ. ശ്രീവിഷ്ണു എന്താണ് തൊട്ട് കാണിച്ചിരുന്നേ? എനിക്കുണ്ടെന്നാ? അല്ല, വേറെന്തെങ്കിലും വാക്കുകളുണ്ടോ? ജോയലേ കണ്ടുപിടിച്ചേ. ദോസ്ത്. ഫലാ ദോസ്ത്. ഫലാ പേട് അല്ലേ? ഫലാ ദോസ്ത്.
ഏതാ ചേർക്കുന്നത്? നിങ്ങൾ ഇഷ്ടമുള്ള ചേർക്കോ, അതിൽ ഏത് വേണം ചേർക്കാം. ഭലാ ദോസ്ത്. ചതുർ, ചതുർ സാമർത്ഥ്യം. ചതുർ ചൂഹ, എലിനെ നമുക്ക് എഴുതാം. ചതുർ ചൂഹ, സാമർത്ഥ്യമുള്ള എലി. അച്ഛ ലടുക്ക, നല്ല ആൺകുട്ടി. കുച്ച് ഖാന, കുറച്ച് ഭക്ഷണം. ഖാന. കഠോർ ശബ്ദ്, ഊഞ്ചാ പർവ്വത്, മധുർ ഗീത്, കാല കൗവ, ഭലാ ദോസ്ത്, ചതുർ ചൂഹ, അച്ഛാ ലടുക്ക, കുച്ച് ഗാന. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ 12ാമത്തെ ലെസൺ ആ ദോഹയുടെ ലെസൺ എക്സാം ആണ്. എല്ലാവരും അവിടെ ഇരുന്ന് പഠിക്കുക. ഇപ്പൊ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രൂപ്പിൽ എന്താണ് നിങ്ങളുടെ നോട്ടിന്റെ ലാസ്റ്റ് പേജ്, ആ ലാസ്റ്റ് പേജിൽ നിങ്ങൾ ടെക്സ്റ്റിലെ ഫോട്ടോ ഉണ്ടല്ലോ. വേണ്ട വേണ്ട, നോട്ടിന്റെ ലാസ്റ്റ് പേജ് ഇന്ന് അയച്ചിരുന്ന ലാസ്റ്റ് പേജിന് മുകളിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എനിക്ക് അയച്ചാൽ. നിങ്ങളുടെ നോട്ടിന്റെ ലാസ്റ്റ് പേജ് ഏത് പാഠമാണോ ഉള്ളത്